glorious moments. പാസ്റ്റർ, ഒരു സംശയമുണ്ടേ. പുറപ്പാട് 4 അധ്യായത്തില് മോശയെ കർത്താവ് കൊല്ലാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വഴിയമ്പലത്തിൽ വെച്ചിട്ട്. അതെന്താ? പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും ഇല്ലാണ്ടാണ് അവിടെ പെട്ടെന്ന് മോശയെ കൊല്ലാനായിട്ട് ഭാവിക്കുന്നത്. അത് എന്തുകൊണ്ടാ? വിശാചാണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഈ കാട്ടുകളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് മെലിയതായിട്ട് തോന്നും, പക്ഷെ ഏത് നിമിഷം അത് നമ്മളെ കടിച്ചു തിന്നും. ഈ ആന ഇളകുന്നുണ്ടല്ലോ, എന്താ ആന ഇളകിയെന്ന് വെച്ചാൽ അതിന് ഉത്തരവുണ്ട്. അതിനിളകാൻ തോന്നി, അപ്പൊ ഇളകി. സുബോധമുള്ള മനുഷ്യൻ അങ്ങനെ ഇളകുവോ? അപ്പൊ പിന്നെ ഒരു ദൈവം അങ്ങനെ ഇളകാവോ? ഏത് ദൈവം അല്ലെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. അനിപ്പിശാസ്. ഓക്കെ. പിന്നെ ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. മരണ വീടുകളിൽ സാധാരണ സങ്കീർത്തനങ്ങളാണ് വായിക്കുന്നത്. ഇപ്പം സാധാരണ നാട്ടില് മൈക്ക് വെച്ചിട്ടാ വായിക്കുന്നത്. അപ്പൊ ഇത് വായിക്കുമ്പോഴത്തേക്കും സങ്കീർത്തനത്തില് മൊത്തം തന്നെ ഇങ്ങനെ ശാപവാക്കുകളാ. അതല്ലാണ്ട് ഞാൻ ഇങ്ങനെ കുറച്ച് അധ്യായങ്ങൾ മാറ്റി വായിച്ചു കഴിഞ്ഞപ്പോ അവിടെയും മൊത്തം ഇങ്ങനെ അവൻ നശിക്കണമേ, അങ്ങനത്തെ ആ ഒരു മീനിങ് വരുന്ന വേദഭാഗങ്ങളാണ് സങ്കീർത്തനത്തിൽ മിക്കതും തന്നെ. അതല്ലാണ്ട് ഇങ്ങനെ മരണ വീടുകളിൽ വായിക്കാൻ പറ്റിയ ബൈബിളിനുള്ള ഏത് ഭാഗങ്ങളാണ് വായിക്കാൻ പറ്റുന്നത്? അതിപ്പം ബൈബിളിൽ മരണ വീട്ടിൽ വായിക്കാൻ പറ്റിയത് കുറെ ഭാഗങ്ങളിൽ തെരഞ്ഞെടുത്ത് ഉണ്ടല്ലേ, പാഠപുസ്തകത്തിലൊക്കെ കണ്ടിട്ടില്ലേ? കൊരിന്ത്യർ 15, 90 സങ്കീർത്തനം കുറെ ഉണ്ട്. നമ്മൾ ശാപസങ്കീർത്തനം അല്ലാത്തൊക്കെ വായിക്കുക, അത്രേ പറ്റത്തുള്ളൂ. നമ്മൾ തന്നെ സെലക്ട് ചെയ്യാം. മറ്റുള്ളവരെ പ്രാകുകയും ശപിക്കുകയും ഒന്നും ചെയ്തിരുന്ന് വായിക്കല്ലേ. എനിക്കൊരു ഡൗട്ട്. യേശു ക്രിസ്തുവിന് ആരംഭമുണ്ട്, അല്ലെ മനുഷ്യനായിട്ട് വരുന്ന സമയത്ത് ആരംഭമുണ്ടെന്ന് നമ്മുടെ രീതി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ബൈബിളില് യോനാന്റെ സുവിശേഷം നമ്മൾ കാണുന്നുണ്ടല്ലോ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായ പുത്രനല്ലാതെ ആരും ദൈവത്തെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഇബ്രാഹിം ലേഖനത്തിലാന്ന് തോന്നുന്നു, ആദിജാതനെ വീണ്ടും ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ സകല ദൂതന്മാരും അവനെ വണങ്ങണം. ഈ 3 കാര്യങ്ങളോട് നമ്മൾ എങ്ങനെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും? അത് പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ക്രൈസ്റ്റിനെ പറ്റിയാണ്, ക്രിസ്തുവിന്റെ ജഡാവതാരത്തെ കുറിച്ചല്ല. അപ്പം ഹീബ്രൂസിൽ പറഞ്ഞിരിക്കുന്നതിനെ അങ്ങനെ നമ്മൾ കാണണോ? അത് 2 രീതി കാണുന്നവരുണ്ട് കേട്ടോ. ചിലര് അത് ക്രിസ്തുവിന്റെ ഉയർപ്പാണെന്ന് പറയുന്നുണ്ട്. വീണ്ടും പ്രവേശിപ്പിച്ചു പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് അവൻ അപ്രത്യക്ഷനായിട്ട് വീണ്ടും വന്ന് ഉയർത്തു വന്നതിനെ പറ്റിയാണ് ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നുണ്ട് കേട്ടോ. 2 വ്യാഖ്യാനമുണ്ട്. അപ്പൊ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ, ചർച്ച് ഹ്യൂമാനിറ്റി ഹീൽ ചെയ്യാനുള്ള ഒരു ഏജൻസി ആണെന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഏകജാതനെ വീണ്ടും പ്രവേശിപ്പിക്കുന്ന ഇതുപോലെ പല ഏജൻസീസ് ഉണ്ടോ? ക്രിസ്തു പല രീതി പല സ്ഥലങ്ങളിൽ വെളിപ്പെട്ടിട്ടുണ്ടോ എന്നറിയാനൂടെയാണ് ചിന്തിക്കുന്നത്. പല രീതിയിൽ, അതായത് ചർച്ച് മനുഷ്യനെ ഹീൽ ചെയ്യാനായിട്ട് ഒരു ഏജൻസി ആണെന്നാണല്ലോ നമ്മൾ പഠിപ്പിച്ചത്. വേറെ ഒബ്വിയസ്ലി വേറെ ഏജൻസീസോ അല്ലെ ദൈവത്തിന് വേറെ പ്ലാന് കാണും മനുഷ്യനെ. ക്രിസ്തു അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലും നമുക്കറിയാത്ത രീതി, അല്ലെങ്കിൽ ക്രൈസ്റ്റ് അല്ലാത്ത രീതിയിൽ Christ is in all in everything. He is all in all. എടുത്തു പറഞ്ഞാൽ ബ്രോഡർ സെൻസിൽ എടുക്കുന്നു. ഓക്കെ. ഒരു ചോദ്യം കൂടെ. ഈ ഇസ്രായേൽ ജനത്തിന്റെ യാത്രാ മധ്യത്തില് യഹോവ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ, അല്ലെ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ആണ് ഇവരോട് കൂടെ കൂടിയെന്ന് പറഞ്ഞു. വെറുതെ എങ്ങനെയാണ് ഒരു എൻറ്റിറ്റി ഒരു ജനത്തിന്റെ കൂടെ കൂടുന്നത്? ക്രിസ്ത്യാനി ആണോന്നുണ്ടെങ്കിൽ നമ്മൾ മാമോദീസ സ്വീകരിക്കുക, അല്ലെ സ്നാനപ്പെടുക, ഓരോ മതത്തിൽ ചേർന്ന അതിൻ്റെതായിട്ടുള്ള പരിപാടികളല്ലേ. എൽഷദായി നടത്തിക്കൊണ്ടിരുന്ന ഒരു ജനതയെ എങ്ങനെ, അല്ലെ ഏത് പോയിന്റിൽ, അല്ലെ എന്തെങ്കിലും ഒരു കർമ്മം ഇസ്രായേലുകൾ ചെയ്തിട്ടാണോ ഇത്രയും ഒരു ആധിപത്യം അവരുടെ മണ്ടയ്ക്ക് ഈ എൻറ്റിറ്റിക്ക് വരാൻ? അത് മിദ്യാന്യ ദേവനായിരുന്നു യഹോവ, കെന്യരുടെ ദൈവമായിരുന്നു. മോശ അവിടെ വന്നു, മോശയുടെ ഭാര്യ വീട്ടിൽ നിന്ന് മോശയ്ക്ക് കിട്ടി, മോശയുടെ കൂടെ കൂടി വന്നതാണ്. കൊറോണ വൈറസ് ചോദ്യം ഏതെങ്കിലും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവസാനം ക്രിസ്തുവിനെ ക്രൂശിച്ചത് യഹൂദന്മാരുടെ അജ്ഞതയാണ്. ഇൻ കേസ് അവർ അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ ലോനെ എന്ത് ചെയ്തേനെ? എങ്ങനെ അതിനെ ഒഴിവാക്കിയേനെ? ലോയിനെ, നിയമത്തെ, ന്യായപ്രമാണത്തെ എങ്ങനെ ഒഴിവാക്കിയേനെ? ന്യായപ്രമാണത്തെ മാറ്റാൻ യേശുവിന്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചേനെ. യേശു എത്രയോ ഉപദേശങ്ങൾ മത്തായി 5, 6, 7 പറയുന്നില്ലേ? ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നത്. മൊത്തം ന്യായപ്രമാണത്തെ മാറ്റിക്കൊണ്ടല്ലേ യേശു ഉപദേശിച്ച്. കണ്ണിന് പകരം കണ്ണെന്നും പല്ലിന് പകരം പല്ലെന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നു, നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക. ഇങ്ങനെയൊന്നും മാറിയില്ലേ ഉപദേശം? ക്ഷമിച്ച അതല്ല പുള്ളി ചോദിച്ചത്, യേശുവിന്റെ ഇതെല്ലാം യഹൂദന്മാർ അംഗീകരിച്ചിരുന്നു എങ്കിൽ എങ്ങനെ ന്യായപ്രമാണത്തെ മാറ്റും? അങ്ങനെ മാറുകയാണ്. യേശുവിന്റെ നിയമം അംഗീകരിക്കുമ്പോൾ ന്യായപ്രമാണം മാറുകയല്ലേ? മനുഷ്യര് തന്നെ അത് ഒഴിഞ്ഞു മാറുക. യേശുവിന്റെ നിയമം അനുസരിച്ച് നീങ്ങുമ്പോൾ ന്യായപ്രമാണം പോയില്ലേ?
ഓക്കെ ഓക്കെ, പ്രസക്തി നഷ്ടപ്പെട്ടു. എന്നതാണ് യേശുക്രിസ്തു പറഞ്ഞ് അംഗീകരിക്കുമ്പോ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക, ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോഴേക്കും ന്യായപ്രമാണത്തിന് വേണ്ടി തന്നെ പ്രസക്തി. അച്ഛാ, അങ്ങനെ ഒരു മനുഷ്യന്റെ ഡിസിഷനിൽ പറ്റുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ പുത്രൻ ഈ ഭൂമി വരേണ്ട കാര്യം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്നതാ? അതായത് കർത്താവ് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ചെയ്തു. ഇപ്പം ഞാൻ ആദ്യം ചോദിച്ചത്, യഹോവ എന്ന് പറഞ്ഞ എൻറ്റിറ്റി മോശയുടെ കൂടെ കൂടി ഇസ്രായേൽ ജനത്തെ മുഴുവൻ ബാധിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനകത്തൊരു സ്ട്രോങ് ക്ലെയിം കാണുന്നില്ല. അതുപോലെ ഇത് ചോദിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഇപ്പം യഹൂദന്മാർ യേശുവിനെ അംഗീകരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പം ദൈവത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകിച്ച് ഇടപെടലൊന്നും വേണ്ടല്ലോ. മനുഷ്യന്റെ മനസ്സ് മാറുകയല്ലേ. അങ്ങനെ ഒരു മനസ്സ് മാറിയാൽ മതിയല്ലോ, മനുഷ്യന്റെ മനസ്സ് മാറിയാൽ മതിയല്ലോ, പിന്നെന്താ വേണ്ടി? അപ്പൊ അങ്ങനെയാണ് മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞേ. ഓക്കെ, അപ്പൊ അങ്ങനെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ കർത്താവ് ഇൻകാർണേഷൻ ഇടയ്ക്കും എക്സോഡസിന്റെ ഇടയ്ക്കും ഒരു മനുഷ്യന് യഹോവയുടെ പിടിക്കുന്ന അവന്റെ വില്ലുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ? അങ്ങനെ നമുക്ക് എക്സാമ്പിൾസ് വല്ലതും എടുക്കാനുണ്ടോ വെച്ചാ? അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ അനേകരെ കൊന്നു കളഞ്ഞില്ലേ? നിങ്ങൾ പിതാക്കന്മാരെ കൊന്നവരെന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യം പറയുന്നു, നിങ്ങൾ പ്രവാചകന്മാരുടെ കല്ലറകളെ അലങ്കരിക്കുന്നു, നിങ്ങളാണ് അവരെ കൊന്നത് എന്നൊക്കെ യേശു പറയുന്നില്ലേ? അവർക്കും ജീവൻ നഷ്ടപ്പെട്ടു. ജീവൻ നഷ്ടപ്പെടും, യേശുവിന് നഷ്ടപ്പെട്ടല്ലോ. ഓക്കെ, അത്രേ ഉള്ളൂ വെച്ചാ. താങ്ക് യു. ലൂക്കാസ് അതില് 16-ാം അധ്യായത്തില് 16-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, ന്യായപ്രമാണമും ദീർഘദർശന വാക്യങ്ങളും യോവാൻ വരയ്ക്ക് വഴങ്ങി വന്നത്, അത് മുതൽ ദേവരുടെ രാജ്യം സുവിശേഷമായി അറിവിക്കപ്പെട്ടു വരുന്നത്, യാവരും അതിൽ ബലവന്തമായി പ്രവേശിക്കാറ്. അടുത്തത് അതിന്റെ ഇടയ്ക്ക് വന്ന് 18-ാം വചനം, ആ கான்செப்டும் ഈ கான்செப்டும் ഇടയ്ക്ക് தன் மனைவியை தள்ளிவிட்டு வேறொருத்தி விவாகம் பண்ணுறவன் விபச்சாரம் செய்கிறான், പുരുഷനാലെ തള്ളപ്പെട്ടുള്ള വിവാഹം பண்ணுறவனுം വിഭചാരം ചെയ്യണം. ഇത് ഈ കാൺസെപ്റ്റ് എന്തിനുകൊണ്ട് ഇടയ്ക്ക് ചേർത്തത്? അത് ഈ എഴുതി വരുമ്പോ ഉള്ള ഇതാണ്. അങ്ങനെ ക്രമമായിട്ട് എഴുതിയൊന്നും അല്ലല്ലോ. ഈ എഴുതി നമ്മൾ പ്രസംഗിക്കുമ്പോ ഈ പ്രസംഗത്തിനിടയിൽ ഓരോന്നോർക്കും അത് കളയത്തില്ലേ? ഓ, അതുപോലെ പ്രസംഗിക്കുമ്പോ കറക്റ്റ് വിഷയത്തിൽ തന്നെയാണോ നിൽക്കുന്നത്? ഇല്ല ഇല്ല ഇല്ല, ഇടയ്ക്ക് അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ വരത്തില്ലേ? നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി. ശരി, ഓക്കെ. എന്റെ സഭയില് ഒത്തിരി കുടുംബങ്ങൾ, ഞാൻ ഇത് കുറച്ച് ടച്ച് ചെയ്തപ്പോ വിട്ടുപോയി കുടുംബങ്ങൾ നിറയെ. ഇതൊക്കെ മനസ്സ് വെച്ചാ പോലെ. ഞാൻ പണ്ട് പറഞ്ഞല്ലോ പുറത്ത് പറയുന്നത്, ഈ സീക്രട്ട് കമ്മിങ്ങും സെക്കൻഡ് കമ്മിങ്ങും ഉള്ള കാര്യത്തെ ഓരോരുത്തർക്കും ഓരോ ലെവലുണ്ട്. ഇത് മനസ്സിലാക്കാൻ പറ്റിയ ലെവലിലുള്ളവരൊക്കെ അത് കൊടുക്കാവുള്ളൂ. അതെ അല്ല, ടച്ച് ചെയ്തപ്പോ പാത്രം അറിഞ്ഞ് വിളമ്പണം. അത് ശരി. അത് നമ്മളിപ്പോ ഈ നമുക്കറിയാവുന്ന എല്ലാം പറഞ്ഞ യേശുക്രിസ്തു തന്നെ എല്ലാം പറഞ്ഞപ്പോ ആളുകൾ വിട്ടുപോയിട്ടോ. അതെ. അപ്പൊ നമ്മളെ എങ്ങനെയെല്ലാം പറയരുത്, ആളുകൾക്ക് അത് താങ്ങാൻ പറ്റത്തില്ല. അതെ, അവർക്ക് ഇഷ്ടமான പാസ്റ്റർമാർ തെരഞ്ഞിട്ട് പോയതുപോലെ അവർ ഒത്തിരി പോയി, ഒരു 4-5 കുടുംബം പോയി. അതായിപ്പോ കൊച്ചു പിള്ളേർക്ക് നമ്മൾ കുറുക്ക് കൊടുക്കും. കൊച്ചു പിള്ളേർക്ക് പിന്നെ ഹെവി ഫുഡ് കൊടുത്ത് അവർക്ക് പറ്റുമോ? ഇപ്പോഴും പാലാണ്. പൗലുസ്ലിയാക്ക് ഇങ്ങനെ കട്ടിയായ കാര്യമൊക്കെ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പൗലുസ് പറയാം, നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല, മുന്നാലെ താങ്ക മുടിയാതെ എന്ന് പറഞ്ഞ് പൗലുസ് അങ്ങനെയല്ലേ പറഞ്ഞു. പക്ഷെ ഞാൻ ഓൺലൈനിൽ ഫേസ്ബുക്ക് ചെയ്യുന്നുണ്ട്, അതിലെ ഞാൻ ഓപ്പൺ അടിച്ചു വിട്ടേക്കും. പാസ്റ്ററുടെ വിശ്വാസികളുടെ നിലവാരം അറിയണം, അവർക്ക് എന്ത് ദഹനശക്തി ഉണ്ട്, അത് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ പറയാവുള്ളൂ. ഇപ്പം ശ്രദ്ധയോടെ തന്നെ ചെയ്യുന്നുണ്ട്. അത് മതി. അടുത്ത ജിനുജിയോ. ഓക്കെ പാസ്റ്റർ, മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തില് അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലോട്ട് നടത്തിയെന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഇൻസിഡന്റ് ഉണ്ടല്ലോ. അപ്പൊ അത് നമ്മൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ആരാണ് അവിടെ പിശാചായിട്ട് വരുന്നത്? അല്ലെങ്കിൽ പാസ്റ്റർ യൂഷ്വലി പറയുമല്ലോ വരികൾക്കിടയിലൂടെ വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ടെന്ന്. അതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അവിടെ എന്താണ് പിശാച് എന്ന് പറഞ്ഞാൽ ജൂയിഷ് റിലീജിയനെയാണ് പൊതുവായിട്ട് പുതിയ നിയമത്തിൽ പിശാച് എന്ന് പറയുന്നത്. അപ്പൊ ജൂയിഷ് റിലീജിയസ് ലീഡേഴ്സിനാലാണ് യേശു മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടത്. അവിടെ ഈ യസീനികൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗം മരുഭൂമിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഇടയിൽ നിന്ന് മശീഹ വരുമെന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് അവരെ എല്ലാം ഉപേക്ഷിച്ച് പൂർണ്ണ സമയം തിരുവെഴുത്തുകള് പകർത്തി എഴുതുകയും തിരുവെഴുത്തുകളെ ധ്യാനിക്കുകയും വളരെ ഒരു അസറ്റിക് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു വിരക്തിയുടെ ജീവിതം നയിക്കുകയുമായിരുന്നു. അപ്പം മരുഭൂമിയിലെ കമ്മ്യൂണിറ്റി ആയിരുന്നു ഡെസേർട്ട് കമ്മ്യൂണിറ്റി. അവര് സമൂഹവുമായിട്ടൊന്നും ബന്ധമില്ല, വിശുദ്ധി വേർപാട് ഒക്കെ മുഖ്യമായിട്ട് അവരിങ്ങനെ സമൂഹത്തിൽ നിന്ന് അകന്ന് ജീവിച്ചിരുന്നു. അവരുടെ ഇടയിലായിരുന്നു യോഹന്നാൻ സ്നാപകൻ ഉണ്ടായിരുന്നത്.
അവരുടെ ഇടയിൽ നിന്നാണ് യോഹന്നാൻ സ്നാപകം വരുന്നത്. അതുകൊണ്ടാണ് മരുഭൂമിയിൽ വിളിച്ച് പറയുന്നവന്റെ വാക്കെന്ന് പറഞ്ഞത്. ഓക്കെ. യേശുക്രിസ്തു ആ കമ്മ്യൂണിറ്റിയിൽ ഇല്ലായിരുന്നു. അതാണ് യോഹന്നാൻ തിന്നാതെയും കുടിക്കാതെയും വന്നു. അവൻ എസീനായിരുന്നു. മനുഷ്യപുത്രൻ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊണ്ടുവന്നു. ജീസസ് ഡിഡ്ന്റ് ബിലോങ് ടു ദാറ്റ് എസീൻ കമ്മ്യൂണിറ്റി. അപ്പോ മശീഹയാണെന്ന് പറഞ്ഞ് വരുന്ന ആളുകളൊക്കെ അവര് പരീക്ഷിക്കുമായിരുന്നു, മശീഹ യോഗ്യനാണോ. അപ്പൊ അവരുടെ പരീക്ഷണമാണ്. അതില് യേശുവിനെ ഈ ചോദ്യങ്ങൾ ചോദിക്കുകയും ക്വസ്റ്റ്യൻ ചെയ്യുകയും ഒക്കെ ചെയ്ത വ്യക്തി ഇസ്കരിയോത്ത യൂദയാണെന്നും അവർക്ക് വേണ്ടി ഈ മതപുരോഹിതന്മാർക്ക് വേണ്ടി ഈ എസീൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചോദ്യം ചെയ്തതാണെന്നും ഒരു വിശ്വാസമുണ്ട്. അപ്പം അത് നമ്മൾ എടുത്തില്ലെങ്കിൽ തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ പരീക്ഷണമായിരുന്നു. മറ്റെന്തെങ്കിലും ഉപചോദ്യം? വേറൊരു ചോദ്യമുണ്ട്. അത് മെയിൻ ആയിട്ട് ചോദ്യമുള്ളത് എന്റെ ചേച്ചിക്കാണ്. ചേച്ചിയും കോളിലുണ്ട്. കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞ് ചോദിക്കാം. കുറച്ച് കഴിഞ്ഞ് ചോദിക്കാം. ഇപ്പൊ ഉണ്ടോ ചോദിച്ചോ? പ്രിയ ചേച്ചി കേൾക്കുന്നുണ്ടോ? ചേച്ചിയുടെ ചോദ്യം ഇതായിരുന്നു. അതായത് യേശുവിന്റെ കുരിശുമരണത്തിന് ശേഷം പുനരുദ്ധാനത്തിന്റെ സമയത്ത് വിശുദ്ധന്മാർ എഴുന്നേറ്റ് നടന്നു എന്ന് വിശുദ്ധന്മാരിൽ പലരും, മരിച്ചുപോയ വിശുദ്ധന്മാരിൽ പലരും എഴുന്നേറ്റ് നടന്നു എന്നൊരു പരാമർശം മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ തന്നെ ഉണ്ടല്ലോ. അതിനെ പറ്റിയായിരുന്നു. അതെ, അതിനെപ്പറ്റി എന്നതാ ചോദ്യം? അത് എല്ലാവരും ഉയർത്തെഴുന്നേറ്റില്ല, കുറച്ചുപേര് മാത്രമേ ഉയർത്തെഴുന്നേറ്റുള്ളൂ എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അവിടെ നിന്ന് കിട്ടുന്നത്. അപ്പൊ അതിന്റെ കാരണം, അപ്പൊ അതുപോലെ ശരിക്കും നമ്മൾ അങ്ങനെ മരിച്ചവർ ഇനിയും ഉയർത്തെഴുന്നേൽക്കുന്നില്ല എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണല്ലോ നമ്മുടെ പഠനത്തിലുള്ളത്. അപ്പൊ അതൊരു കോൺട്രഡിക്ഷൻ പോലെ ഫീൽ ചെയ്യുന്നു. അത്രേ, അതായിരുന്നു. ഉയർത്തെഴുന്നേൽക്കുകയാണെന്ന് പറഞ്ഞേ. ഇപ്പം മരിച്ചു പോയവരെല്ലാം വീണ്ടും എഴുന്നേറ്റ് വരുവോ? മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്നല്ലേ നമ്മൾ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഇപ്പം മരിച്ചവര് പുനരുത്ഥാനം ചെയ്യാൻ നമ്മൾ പറഞ്ഞില്ലല്ലോ. അവരെല്ലാവരും ഉയർത്തെഴുന്നേറ്റ് വീണ്ടും സ്വർഗത്തിലോട്ട് വേറൊരു തലമിലോട്ട് പോകുന്നില്ലല്ലോ അല്ലെ? അങ്ങനെ ഞാൻ പാസ്റ്ററിന്റെ ഏതൊക്കെ വീഡിയോ കണ്ടിട്ടുള്ളതായിട്ട് എന്റെ ഓർമ്മ. മരിച്ചവരുടെ പുനരുത്ഥാനം കണ്ടിന്യൂസ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവര് ദൈവനിരയിലേക്ക് ഉയർത്തപ്പെടുന്നു. അപ്പൊ ആ ദൈവനിരയിലേക്ക് ഉയർത്തപ്പെടുന്ന ആളുകൾ, അപ്പൊ അങ്ങനെ ഉയർത്തപ്പെട്ടു എന്നും സഭയ്ക്ക് ബോധ്യമുള്ള ആളുകളെയാണ് നമ്മള് ഈ വിശുദ്ധരായിട്ടൊക്കെ പരിഗണിക്കുന്നത്. അപ്പൊ അവര് പുനരുത്ഥാനം ചെയ്തത് കൊണ്ടാണ്. അവരുടെ പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ അവര് എലിവേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ പോകാത്ത ആളുകൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഞാനും എന്റെ സിസ്റ്റർ, എന്റെ പേര് പ്രിയ, ഞാനും എന്റെ സിസ്റ്റർ ജിനുവും കൂടെ ആയിരുന്നു ഈ കാര്യത്തെ പറ്റി ഞങ്ങൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പം പാസ്റ്റിന് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പർഗറ്റോറി എന്നുള്ള ഒരു കൺസെപ്റ്റ് കാത്തലിക് സഭയിൽ ഉള്ളൂ എന്നുള്ളത്. ഇപ്പൊ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വെച്ച് അത് ഒരു പ്രോസസ് ആണെങ്കിൽ, ഓക്കെ സോറി അല്ല, ഇപ്പൊ ഇതിങ്ങനെ ഒരു പ്രോസസ് ആണെങ്കിൽ ഈ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും നമ്മൾ ഈ 40-ാം ദിവസം കഴിക്കുന്നു അതുവരെയുള്ള കുർബാന ചെല്ലിക്കുന്നു ഒക്കെ ആ ഒരു പ്രോസസ്സിലേക്ക്, അല്ല ഒരു ഹെവനിലേക്ക് അവരെത്താൻ വേണ്ടിയിട്ടല്ലേ എന്നാണ്. ആക്ച്വലി നമ്മൾ ഈ 40-ാം ദിവസം കഴിക്കുന്നതും ഒന്നും അവരെ ഹെവനിൽ എത്തിക്കാനല്ല, അവരോടുള്ള സ്നേഹം കൊണ്ടാണ്. ആ സ്നേഹമാണ് ഇവരെ മരണം വിട്ട് ജീവനിൽ കിടക്കാൻ സഹായിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മള് ഈ സ്നേഹത്തിലാണ് ജീവനിലേക്കുള്ള കവാടം എന്ന് യോഹന്നാൻ ശ്ലീഹാ 1 യോഹന്നാൻ 3 അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ അവരെ ഇപ്പൊ നമ്മൾ മരിച്ചു പോയ ഒരാൾ 8 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ അവരെ ഓർത്ത് അവരോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഖബറിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ സ്നേഹമാണ് അവരെ ജീവനിലേക്ക് നയിക്കുന്നത്, ജീവനിൽ നിലനിർത്തുന്നത്. അപ്പൊ ആ സ്നേഹം ഇല്ലെങ്കിൽ അവരൊക്കെ എങ്ങനെ നിലനിൽക്കാൻ പറ്റും? ഇപ്പൊ നമുക്കറിയാം, കല്ലറയ്ക്കൽ മറിയ കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോ ലാസർ ഉയർത്തു, യേശു വന്ന് ലാസറിനെ ഉയർത്തു. ഇനി രോധ എന്ന ഒരു പെൺകുട്ടി തബീത്ത മരിക്കുമ്പോ, തബീത്ത എന്ന് പറഞ്ഞൊരു പെണ്ണ് മരിക്കുന്നതിനെ പറ്റി പ്രവൃത്തിയുടെ പുസ്തകത്തിലുണ്ട്. പത്രോസ് ശ്ലീഹായെ വിളിച്ചോണ്ട് പോവാണ്. അപ്പൊ അവിടെ ആളുകൾ അവിടെ നിന്ന്, ഇവിടെ ഒരു തയ്യക്കാരിയായിരുന്നു. അപ്പൊ അവള് ജീവിച്ചിരുന്നപ്പോൾ തയ്ച്ചു കൊടുത്ത ബ്ലൗസും പാടയൊക്കെ പിടിച്ചിങ്ങനെ പെണ്ണുങ്ങളൊക്കെ നിന്ന് കരയുക. അപ്പൊ പത്രോസിനെ കാണിച്ചുകൊണ്ടോ, ഇവള് ജീവിച്ചിരുന്നപ്പോ ഞങ്ങൾക്ക് തയ്ച്ചു തന്ന ഉടുപ്പുണ്ടോ. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ അവളെ ഉയർപ്പിക്കുകയാണ്. കാരണം ഈ മരിച്ചുപോയ ആളെ സ്നേഹിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി നമുക്കൊരു ലെസണായിട്ട് നമുക്ക് ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് ഖബറിങ്കലെ പ്രാർത്ഥന. മനസ്സിലായോ? ഇപ്പൊ ഒരു ആള് ചത്ത് കിടക്കുന്നു, ഒരാൾ ചത്ത് കിടക്കുന്ന ആരും കെയർ ചെയ്യുന്നില്ല, അനാഥ പ്രേതമായിട്ട് അവിടെ കിടക്കുകയാണെങ്കിൽ
യേശു അതുവഴി പോയാൽ എന്നാ പിന്നെ ഇവനെ ഒന്നങ്ങ് ഉയർപ്പിച്ചേക്കാന്ന് പറഞ്ഞ് പോയി ഉയർപ്പിക്കൂ. അപ്പൊ ഇവനെ സ്നേഹിക്കുന്ന ആളുകൾ, കാരണം അവൻ ഉയർത്തിട്ടും കാര്യമില്ല, കാരണം അവനെ പിന്നെ സ്നേഹിക്കാൻ ആരുമില്ല, പിന്നെ എന്തിനാ അവൻ ഉയർത്ത് വരുന്നേ? വന്നിട്ട് വേറെ പോയിന്റ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതുപോലെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ് നമ്മള് മരിച്ചു കഴിഞ്ഞാലും ആ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും നിലനിൽക്കുന്ന കമ്മ്യൂണിറ്റി ആ കബറിങ്ക പോവുകയും അവരെ ഓർക്കുകയും അവിടെ മെഴുകുതിരി കത്തിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിലൂടെ അവർ ജീവനിലേക്ക് വരും. അല്ലാതെ ഈ പെന്തക്കോസ്തുകാർ ചെയ്യുന്നത് പോലെ അത് മറന്നു കഴിഞ്ഞാൽ അവരും മറന്നു, എല്ലാവരും മറന്നു, അവര് പോയി. അതുകൊണ്ട് അവർക്ക് ആ ഇത് കിട്ടത്തില്ല. ഇത് ലവ് റിലേഷൻഷിപ്പിലൂടെയാണിത്. മനസ്സിലായി. അതായത് ആ മിസ്റ്ററിയാണ്. അത് നമുക്ക് സഭ തലമുറകളിലൂടെ കൈമാറി തന്നതാണ് ആ വിശ്വാസം. പക്ഷെ അത് പിന്നെ ബൈബിളും എടുത്ത് വായിച്ച് മനസ്സിലാക്കാൻ നോക്കുന്നവർക്ക് അത് പിടികിട്ടിട്ടില്ല. അതുകൊണ്ടാണ് അവർ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നഷ്ടപ്പെട്ടു. ഇപ്പൊ നമുക്ക് നീരെടുത്ത ഈത്തപ്പഴം കിട്ടും, കണ്ടിട്ടുണ്ടോ? ഈ മേടിക്കുന്ന ഈത്തപ്പഴത്തിലൊന്നും ഒറിജിനൽ അതിന്റെ ജ്യൂസ് ഇല്ല. ഒറിജിനൽ ഈത്തപ്പഴത്തിന്റെ ജ്യൂസ് എടുത്തിട്ടുള്ള ഈത്തപ്പഴം ചണ്ടിയാണത്. പിന്നെ അതിൽ പഞ്ചസാര ലൈനി മുക്കിയിട്ട് പാക്കറ്റിലാക്കി കിട്ടുകയാണ്. ഈ പഞ്ചാരയാണ് നമ്മൾ മേടിച്ച് തിന്നുന്നത്. അപ്പൊ നല്ല ഈത്തപ്പഴമുണ്ട്, ഒറിജിനൽ ഈത്തപ്പഴം. ഈ ഒറിജിനൽ ഈത്തപ്പഴം നമ്മൾ കഴിക്കണം. എന്ത് രസമാണെന്നറിയാം, നല്ല നയന്ന് വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഒറിജിനലും കിട്ടും കേട്ടോ മാർക്കറ്റിൽ. അപ്പം പക്ഷെ അത് കുറവാ, അതിന്റെ അളവ് കുറവാ. ഇവർ ഈ ഫ്രണ്ടിലോട്ട് തള്ളി വെച്ചിരിക്കുന്ന ഈത്തപ്പഴം മുഴുവൻ ഈ പെന്തക്കോസ്ത് പ്രൊട്ടസ്റ്റന്റ് ഈത്തപ്പഴം, ഒറിജിനൽ ജ്യൂസ് ഒക്കെ പോയതാണ്. അപ്പൊ നമ്മുടെ വിശ്വാസമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്, സത്യവിശ്വാസം. അപ്പൊ അതിനകത്ത് ഈ കബറിങ്കലെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടന്റ്. ഗ്ലോറിയസ് മൊമെന്റ്സ് കണ്ടതിന് നന്ദി.